ഹലോ മച്ചന്മാരെ, അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. സോ ഗൈസ്, നമസ്തേ കൊച്ചി എന്ന് പറഞ്ഞ ചാനൽ ഐ തിങ്ക് ഒരു 4-5 ഇയേഴ്സ് ആയി തോന്നുന്നു തുടങ്ങിയിട്ട്. ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കൺസിസ്റ്റൻ്റ് അല്ല എന്നെൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയാറുള്ള ആളാണ്. നിങ്ങൾക്കും അറിയാം, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും. യു നോട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമസ്തേ കൊച്ചി എന്ന് പറഞ്ഞ എൻ്റെ വ്ളോഗ് എടുക്കാനുള്ള ഒരു ത്വര കൊണ്ട് ഞാൻ തുടങ്ങിയൊരു ചാനലാണ്. നമസ്തേ കൊച്ചി എന്നുള്ള പേര് തന്നെ കിട്ടാൻ തന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ. കുറേ ആലോചിച്ചെടുത്ത പേരാണ് നമസ്തേ കൊച്ചി എന്നുള്ള പേര്. ബിക്കോസ് എനിക്ക് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. സോ നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാനെന്താ ഇതിവിടെ പറയണേന്ന് അല്ലേ? യെസ്. അപ്പോൾ ഗൈസ്, ഞാൻ കുറേ നാളായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്, കുറേ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ഇവളെന്തി കാണിക്കുന്നത്, ഇവളാരാ എന്നൊക്കെ. സോ ദിസ് ഈസ് എ ഇൻട്രൊഡക്ഷൻ വീഡിയോ. സോ എല്ലാവർക്കും നമസ്തേ കൊച്ചി എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് ഞാൻ പറയാം, എൻ്റെ ഡെയിലി ആയിട്ടുള്ള ഡോക്യുമെൻ്ററി വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഡോക്യുമെൻ്ററി വീഡിയോസ് എന്ന് പറയുമ്പം അങ്ങനെ വലിയ വീഡിയോസൊന്നും അല്ല, എൻ്റെ ഡെയിലി വ്ളോഗാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ഉണ്ടാക്കുന്നു. ഒബ്വിയസ്ലി ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഞാൻ അധികം വീട്ടിലെ കാര്യങ്ങൾ എടുക്കാൻ മടിയാണ്. ആൾക്കാരുടെ മുമ്പിലോട്ട് നമ്മളുടെ ലൈഫ് കാണിക്കുമ്പം ഒബ്വിയസ്ലി ചോദ്യങ്ങളും കുറ്റങ്ങളും കുറവുകളൊക്കെ പറയാം. അത് എനിക്ക് എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് പറയാൻ പറ്റില്ല, ഞാനെങ്ങനെ ഉൾക്കൊള്ളണമെന്ന് പറയാൻ പറ്റില്ല. ഞാനങ്ങനെ റിയാക്ഷനൊന്നും പറയാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഓക്കെ എന്നുള്ള രീതിക്കാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എന്നാലും എനിക്ക് വ്ളോഗിങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് യൂട്യൂബ് ചാനലിൽ കൂടെ റവന്യൂ ഉണ്ടാക്കണമെന്ന് അതിയായ ആഗ്രഹവും ഉണ്ട്. ഞാനത് ഓപ്പണായിട്ട് പറയാമല്ലോ. ഈ പറഞ്ഞ എല്ലാവരും എൻ്റെ പാഷനാണ്, എൻ്റെ ഫാഷനാണ് എന്നൊന്നും ഞാൻ പറയണില്ല. യെസ്, ഐ ഹാവ് ടു മേക്ക് മണി ഫ്രം ദിസ്. ഇത് ഒരു ജോബായിട്ട് എനിക്ക് എടുക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് ജോബായിട്ട് എടുക്കണമെങ്കിൽ നിനക്ക് എന്ത് കഴിവുണ്ടെന്ന് ചോദിക്കും. യെസ്, കഴിവില്ലാത്ത ആൾക്കാർക്കും ഈ ലോകത്ത് ജീവിക്കണമല്ലോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചാനലിൻ്റെ പേര് ഒന്നും കൂടി ഞാൻ പറയാം, നമസ്തേ കൊച്ചി എന്നാണ്. അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് നിൻ്റെ പേരെന്ന്. യെസ്, എൻ്റെ പേര് നിങ്ങൾക്ക് ബിറ്റ് കൺഫ്യൂസിങ് ആയിരിക്കും. അത് ഞാൻ എത്ര 28 വയസ്സ് വരെ ഞാൻ ജീവിച്ചു വന്നതിൽ പറയുന്ന ആൾക്കാർക്കും ഭയങ്കര കൺഫ്യൂസിങ് ആണ്, എന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ പേര് സിറാജ് ഖാലിദ് എന്നാണ്. ഫുൾ നെയിം സിറാജ് ഖാലിദ് അബ്ദുറഹ്മാൻ മുഹമ്മദ് അലി. മുസ്ലിമാ എന്ന് നിങ്ങൾ ചോദിക്കും. അതൊരു ലോങ് സ്റ്റോറിയാണ്. സോ എൻ്റെ പേര് സിറാജ് ഖാലിദ് എന്നാണ്. ഞാൻ ഇപ്പം സ്റ്റേ ചെയ്യുന്നത് കൊച്ചിയിലാണെങ്കിലും ഞാൻ ജനിച്ചതൊക്കെ അങ്കമാലിയിലാണ്. അങ്കമാലി എൻ്റെ ലൈഫിൽ കുറേയധികം പാർട്ട് വഹിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ് 1997 ഡിസംബർ 15 ഞാൻ ജനിച്ചത്. എൻ്റെ മമ്മീനാണ് ഞാൻ എപ്പോഴും കുറ്റം പറയാവുന്ന കാര്യം, നിങ്ങൾക്ക് കുറച്ച് 15 ദിവസം കൂടി കഴിഞ്ഞിട്ട് എന്നെ ജനിപ്പിച്ചാൽ പോരായിരുന്നു, അറ്റ്ലീസ്റ്റ് ഞാൻ 98 ആവില്ലായിരുന്നാണ്. ബിക്കോസ് ഈ 97 കൊണ്ട് ബർത്ത്ഡേ ഒക്കെ വരുന്നത് ലാസ്റ്റും പരീക്ഷ ടൈമിലൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഭയങ്കര ദുഃഖിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ ഈ പറയത്തക്കവണ്ണ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പണ്ട് ഉണ്ടായിരുന്നിട്ടുണ്ട് സ്കൂൾ ടൈമിൽ. ഐ തോട്ട് ദാറ്റ് ഇറ്റ് വുഡ് ലാസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട്സിനോട് ചാവുന്ന ഒരാളാണ്. പക്ഷേ സാഡ്ലി എനിക്ക് ഇപ്പോൾ നിലവിൽ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊന്നുമില്ല, വിച്ച് ക്വൈറ്റ് ഈസ് ഗുഡ് എന്ന് എൻ്റെ വിഷമം കേൾക്കുന്ന ആൾക്കാർ പറയാറുണ്ട്. നല്ല കാര്യം ഫ്രണ്ട്സൊന്നും ഇല്ലാത്ത കുതികാല് വെട്ടും ഊടായപ്പം മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സുകളുടെ ഇടയിൽ എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് എ വീഡ് തിങ്. ഞാനതിൽ ചിലപ്പോൾ സങ്കടപ്പെടാറുണ്ട്. യൂഷ്വൽ തിങ് ആണത്, സങ്കടപ്പെടണമല്ലോ.
പിന്നെന്താ, അപ്പം എനിക്കങ്ങനെ ഫ്രണ്ട്സായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെ ആരുമില്ല. മോസ്റ്റ്ലി ഐ എം എ സാജിറ്റേറിയൻസ് എൻ്റെ ഒരു പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. സോഷ്യലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ സോഷ്യലി നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തോ നമ്മളെ ഒരു ശത്രുവിനെ പോലെയാണ് നമ്മളെ കാണുന്നത്. എനിക്കറിയില്ല, സാജിറ്റേറിയൻസ് പ്ലീസ് കമൻറ്റ് ബിലോ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കര സോഷ്യൽ പേഴ്സണും ആണ്. പക്ഷേ എന്നോട് ആൾക്കാർ എന്തോ മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി നമ്മുടെ എനർജി തമ്മിൽ ചേരാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇതെന്താ ദൈവമേ, ഞാൻ കാണുന്ന മനുഷ്യർ മൊത്തം ഈ എനർജി എന്നായിട്ട് നെഗറ്റീവുള്ള മനുഷ്യരാണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്കറിയത്തില്ല. പക്ഷേ മനസ്സുകൊണ്ട് ഞാൻ എല്ലാവർക്കും നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. കാര്യങ്ങൾ പക്ക മുഖത്തോക്കി ഞാൻ പറയും. ഇപ്പം അത് എന്തൊക്കെ വിചാരിച്ചാലും ശരി ഞാൻ പറയും. അതായിരിക്കണം ഈ ആൾക്കാർക്ക് എന്നോട് ദേഷ്യം തോന്നാനുള്ള കാര്യം. പക്ഷെ ഞാനങ്ങനെ അവർക്ക് വേണ്ടി ബാഡായിട്ട് ഒന്നും വരണം എന്ന് ചിന്തിക്കാറില്ല. പക്ഷേ എന്നെ ദ്രോഹിക്കുന്ന ആൾക്കാരോട് എനിക്ക് ദേഷ്യം തോന്നാറുണ്ട്, ഞാൻ സങ്കടപ്പെടാറുണ്ട്, ദൈവത്തിന് വിട്ടുകൊടുക്കാറുണ്ട്. അതൊക്കെ ഇപ്പം എന്തിനാ ഇവിടെ പറയണമെന്ന് ചോദിക്കും. ശരിയാണ്, നമ്മൾ എന്താ പറയുക, കുറേ അധികം പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴും ആരോടും പറയാനില്ലാണ്ടാവുമ്പോഴും നമുക്ക് ഒരു ഫ്രണ്ട് പോലും ഇല്ലാത്തൊരു അവസ്ഥ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് ആകെയുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അതേപോലെയല്ല നമ്മളെ ആൾക്കാർ കാണുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ നമ്മളെ കാണുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ചൊരു പ്രീ ജഡ്ജ്മെൻ്റ് ഉള്ളത്. ഞാൻ ഒബ്വിയസ്ലി ആരൊരു പുതിയ ആളെ പരിചയപ്പെട്ടാലും ഞാൻ ഭയങ്കര അധികം ഓപ്പൺ ആവുന്ന ഒരാളാണ്. അത് ഒരു പ്രശ്നമാണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, നീ ഇത്ര ഓപ്പൺ ആവാൻ പാടില്ല, നീ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഭയങ്കര ക്ലോസ് ആവാൻ പാടില്ല, അയാളെക്കുറിച്ച് പഠിക്കണമെന്നൊക്കെ. ബിക്കോസ് മേ ബി ലവ് ക്രേവിങ്സ് ആയിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത സ്നേഹവും കെയറിങ്ങും കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് കൊടുത്ത് തിരിച്ച് മേടിക്കുന്ന ഒരു സിസ്റ്റമായിരിക്കാം അത്. എൻ്റെ ഒരു മെക്കാനിക്കും അതായിരിക്കാം. ഞാൻ മുഴുവനായിട്ടും ഞാൻ അവരെ ലവ് ചെയ്ത് കെയർ, ഫ്രണ്ട്സിൻ്റെ കാര്യം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. കെയർ ചെയ്താൽ തിരിച്ച് എനിക്ക് കിട്ടാത്ത കെയറും ലവും സപ്പോർട്ടും അവരെനിക്ക് തിരിച്ചു തരുമോ എന്നോർത്ത് ഞാൻ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഭൂരിഭാഗം ഫ്ലോപ്പ് ആവാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ എനിക്ക് പൊതുവെ ഇപ്പോൾ ഭയങ്കര പേടിയാണ്, മനുഷ്യന്മാരെ പേടിയാണ്, ഈ മനുഷ്യന്മാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പേടിയാണ്. അവരെന്ത് നമ്മളെക്കുറിച്ച് ചിന്തിക്കും, നമ്മൾ അവർക്ക് നല്ലത് മാത്രം ചെയ്തിട്ടും അവരെന്തുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണമെന്നുള്ളൊരു തോട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ആസ് ഇഫ് നൗ ഐ എം 28, സ്റ്റിൽ ഐ എം സ്ട്രഗ്ലിങ് ടു എന്താ പറയുക, മനുഷ്യന്മാരെ പഠിക്കാൻ ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആൻഡ് എനിക്കൊരു മോളുണ്ട്, നല്ലൊരു ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ നല്ലൊരു ഫാമിലി ഉണ്ട്. ഗുഡ്. അതിന് ദൈവത്തിനോട് നന്ദി ഞാൻ പറയുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ. നമസ്തേ കൊച്ചി. ആൻഡ് നിങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ആരാണെന്ന്. ചെറിയ വ്ളോഗ്സൊക്കെ കാണുമ്പം അതൊക്കെ ഒരു പരിണാമമാണ്. സിറാജ് ഖാലിദ്, പണ്ടത്തെ സിറാജ് ഖാലിദിൽ നിന്ന് ഇന്നത്തെ സിറാജ് ഖാലിദിലേക്കുള്ളൊരു പരിണാമം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. എൻ്റെ ലൈഫിൽ എന്നെ സ്ഥിരമായിട്ട് എന്നെ കാണുന്ന, മേ ബി ഇല്ല, അങ്ങനത്തെ ഒരാളില്ല, സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾക്ക് മനസ്സിലാകും, അയ്യോ ഇവൾ എന്തൊക്കെ സ്റ്റേജിൽ കൂടെ ആയിട്ടാണ് പോയിട്ടുള്ളതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പിയറൻസിൽ തന്നെ ആയാലും ലൈഫിൻ്റെ സിറ്റുവേഷനിൽ തന്നെ ആയാലും കുറേ അധികം ഡ്രാസ്റ്റിക് ചേഞ്ചസ് എനിക്കും പല മനുഷ്യന്മാരെ പോലെ ഉണ്ടായിട്ടുണ്ട്. ഐ അഡ്മിറ്റ് ദാറ്റ്. ഞാനൊരു 10 മാസം മുമ്പ് മുടി വളർത്തിയിരുന്ന ആളാണ്. പെട്ടെന്ന് മൈൻഡ് മാറണയാണ്, എൻ്റെ മുടി വേണ്ട, മുട്ടയടിക്കാം. അപ്പോൾ വേളാങ്കണ്ണി പോയി മുട്ടയടിക്കണം എന്നുള്ള നേർന്നു. ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചു. വേളാങ്കണ്ണി എൻ്റെ ബർത്ത്ഡേ 28 വയസ്സായ ദിവസം ഡിസംബർ 15-ാം തീയതി കഴിഞ്ഞ വർഷം ഞാൻ പോയി മുട്ടയടിച്ചു. അത് അപ്പം തോന്നുന്ന കാര്യമുള്ളൂ. ആൻഡ് അപ്പം നിങ്ങൾ ചിന്തിക്കും, ഇവളുടെ ഹസ്ബൻഡ് ഇതൊന്നും പറയത്തില്ലേ? എന്നെ പൊതുവേ ഞാനാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്, ഞാനാണ് എനിക്ക് വേണ്ടി റെസ്പോൺസിബിൾ. ഞാൻ എന്താ പറയുക,
വേറെ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ മാറ്റേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ സിറ്റുവേഷനിൽ കൂടെ ഞാനാണ് ഏറ്റവും കൂടുതൽ കടന്നു പോണത്. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ദെൻ ഹീസ് ടോൾഡ് മീ ദാറ്റ് നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ഗോ ഫോർ ഇറ്റ് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. കാരണം അതേപോലെ അത് നല്ല ഹസ്ബൻഡ്സിനെ കിട്ടാൻ ഭയങ്കര പാടാണ് നമ്മുടെ ഈ കൊച്ചു നാട്ടിൽ. പല പെണ്ണുങ്ങളും സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്, അറിയാറുണ്ട്. അവരേതൊക്കെ ലൈഫ് സിറ്റുവേഷനിൽ കൂടെയാണ് പോണേന്നും നമ്മൾ സ്ഥിരം കാണുന്ന കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഒരു ലക്കി ആയിട്ടുള്ളൊരു പേഴ്സണെ നമുക്ക് കിട്ടി. നമ്മളും ലക്കിയാണ്, അവരും ലക്കിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനത്തെ പേഴ്സണാണെന്ന് എനിക്കറിയാമല്ലോ. അപ്പം ഞാൻ അവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസും കെയറിങ് എത്രയാണെന്ന് എനിക്കറിയാം. അപ്പം അവരും ലക്കിയാണ്, ഞാനും ലക്കിയാണ്. ഇങ്ങനത്തെ ഒരു പേഴ്സണെ എനിക്ക് കിട്ടിയതിൽ ഞാൻ ദൈവത്തിനോട് സ്ഥിരം നന്ദി പറയുന്ന ഒരാളാണ്. ആൻഡ് ഐ ലവ് മൈ ലൈഫ് ആൻഡ് ഐ ലവ് മൈ സെൽഫ്. ദാറ്റ്സ് ഇറ്റ്. അതാണ് നിങ്ങളുടെ നമസ്തേ കൊച്ചിയുടെ പിറകിലുള്ള സിറാജ് ഖാലിദിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ, ഇപ്പം നിങ്ങൾ എൻ്റെ ഇൻട്രൊഡക്ഷൻ കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഡെയിലി വ്ളോഗൊക്കെ ഇടണമെങ്കിൽ നമുക്ക് കുറച്ച് പ്രചോദനം വേണമല്ലോ. സ്ഥിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കും, 1-2 കുടുംബമൊക്കെ ഭയങ്കര സന്തോഷം വരും. കാര്യം എനിക്ക് ഫിസിക്കലി ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ലെങ്കിലും മേ ബി ഐ വിൽ ഗെറ്റ് വിർച്വലി നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടിയാലോ എൻ്റെ ഈ ചാനലിൽ കൂടെ. ചിലപ്പം എൻ്റെ ഈ ലോൺലിനെസ്സും എൻ്റെ ഈ ഡിപ്രഷനാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഇപ്പോഴും ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് കരച്ചിലുണ്ട്. എനിക്കറിയില്ല, പെട്ടെന്ന് കരച്ചിലുണ്ട്, എനിക്കറിയത്തില്ല. ഇപ്പം ദിസ് ഈസ് മൈ സിറ്റുവേഷൻ. പക്ഷെ എന്നാൽ ഞാൻ ഒരു ബാഡ് സിറ്റുവേഷനിലല്ല ഞാനിപ്പോൾ താമസിക്കുന്നത്. ഐ എം ഇൻ എ ഗുഡ് സിറ്റുവേഷൻ, ബട്ട് ഐ ഡോണ്ട് നോ വൈ ഐ എം ക്രൈങ്. ഇതായിരിക്കും പല ആൾക്കാരുടെ അവസ്ഥ, ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? അറിയില്ല, ഇതൊക്കെ ആയിരിക്കാം പല ആൾക്കാരും കടന്നു പോകുന്ന അവസ്ഥകളും. നമ്മൾ വഴി പറയാം. സോ നമസ്തേ കൊച്ചി എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ഇൻട്രൊഡക്ഷൻ. ഇതാണ്. എനിക്കത് അറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് ടച്ചായി എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് പ്രഹസനമായിട്ട് തോന്നാം. അവരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ബിക്കോസ് ഞാനിതാണ്, സിറാജ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതാണ്. ആൻഡ് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാനിപ്പം ഈ വീഡിയോ ക്ലോസ് ചെയ്തിട്ട് നോക്കുമ്പോഴും മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അതിൽ എനിക്ക് എന്തെങ്കിലും ഓക്വേർഡായിട്ട് തോന്നണമെങ്കിൽ ഞാനത് മാറ്റത്താം. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ ഞാനൊരു ചെറിയ വീഡിയോ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വരാൻ പോണത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരിക്കും. എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് തീരെ അറിയത്തില്ല, ഞാൻ പഠിച്ചു വന്നേ ഉള്ളൂ. ആൻഡ് ഐ എം സ്റ്റഡിങ് റിയലി ഹാർഡ്. എനിക്ക് എന്തോ ഐ തിങ്ക് സോ എനിക്ക് ഈ വ്ളോഗിങ്ങും ഈ ഡോക്യുമെൻ്ററിയും എഡിറ്റിങ്ങും ഒക്കെ ചെയ്യണതിൽ എന്തോ എനിക്ക് എവിടെയോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നണം. ബിക്കോസ് 2020 തുടങ്ങിയിട്ടും ഇപ്പോഴും ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിലെന്തൊക്കെയോ എനിക്ക് ആവാനുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ വന്നും പോയി ഇരിക്കൊണ്ടിരിക്കണത്. ചില സമയത്ത് ചിന്തിക്കും വേണ്ട ഈ സമയമൊക്കെ ഇരുന്ന് പഠിക്കാമെന്ന്. പക്ഷെ പഠിക്കാൻ പറ്റണില്ല. പഠിത്തമൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടും വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അറിയത്തില്ല, ചിലപ്പം ഇത് റെഡിയായാൽ ചിലപ്പം എനിക്ക് പഠിക്കാനുള്ള മൂഡ് വന്നിരിക്കും. ഞാൻ അങ്ങനത്തെ ഒരു വെറൈറ്റി പേഴ്സണാണ്. നിങ്ങൾ ചിന്തിക്കണം, സാധാരണ മനുഷ്യർ ചിന്തിക്കണ പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത്. അത് തന്നെ ഒരു വേറെ വ്യത്യസ്തമായൊരു കാര്യമാണ്. അപ്പം എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഇത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പയ്യെ ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ്സ് സീ. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമസ്തേ കൊച്ചി എന്ന് പറഞ്ഞ എൻ്റെ ചാനലിൽ കൂടെ. ആൻഡ് യെസ്, ഇന്ന് തൊട്ട് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സിറാജ് ഖാലിദിൻ്റെ ലൈഫ്, സിറാജ് ഖാലിദ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൺസിസ്റ്റൻസിയാണ് മെയിൻ. പക്ഷേ എനിക്ക് ആ പണ്ടാരില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യും. നമുക്കൊരു ഹാബിറ്റ് വന്നുവെങ്കിൽ
നമ്മളത് ട്രൈ ചെയ്താണല്ലോ വരുത്തുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു ഫ്രം നമസ്തേ കൊച്ചി, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട്. ബൈ.